ഇയാൾ തന്നെയല്ലേ ഇൻസ്പെക്ടർ റിപ്പർ? റിപ്പർ തന്നെ. നമുക്ക് ചില്ലറ അബദ്ധങ്ങളെല്ലാം പറ്റിപ്പോയി സാർ. സാറിന്റെ 2 കേസുകളിലായി 3 നിരപരാധികളെ എനിക്ക് എടുക്കേണ്ടി വന്നത്. എല്ലാ സത്യവും വെളിവായിരിക്കുന്നു. യഥാർത്ഥ കുറ്റവാളി മറ്റാരുമല്ല, സാറിന്റെ അസിസ്റ്റന്റ് മാനേജർ വിശ്വനാഥ്. അപ്പോ റിപ്പർ? അയാൾ റിപ്പറൊന്നുമല്ല, ഒരു പാവം എക്സ് മിലിറ്ററിക്കാരൻ. അന്നത്തെ 10,000ന്റെ കേസ് സുരേന്ദ്രനെ വിളിച്ച വിശദമായി സംസാരിച്ചു. അതിന്റെ പിന്നിലും വിശ്വനാഥനായിരുന്നു. നായരെ കൊണ്ട് ചെക്ക് മാറ്റിച്ചതാ. ചിലപ്പോ യഥാർത്ഥ റിപ്പർ അവനായിരിക്കും. ഞാൻ കാണിച്ചത് ആകെ വിഡ്ഢിത്തമായി. നമുക്ക് തിരുത്തണം. സാർ വരണം. ഇന്നാണ് ഇവിടെ കാണുക. രാഹുകാലവും കഴിഞ്ഞു. ഇങ്ങോട്ട് വരാൻ നിങ്ങളിങ്ങനെ നിന്നാ മതിയോ? എവിടെങ്കിലും പോയെന്ന് അന്വേഷിക്കും മനുഷ്യ. അതുകൊണ്ടങ്ങനെ ഇരുന്നോ? ചെറുക്കിനെ അന്വേഷിച്ച് ഈ മുഹൂർത്ത നേരത്ത് ഞാൻ നാടിനുള്ളിൽ അലയണമെന്നാണ്. എനിക്ക് വയ്യ എന്റെ ഈശ്വര. എന്റെ കുഞ്ഞിന്റെ തലയിലെടുത്തിട്ടാണോ? സത്യം പറയാൻ പറ്റും, എനിക്കിഷ്ടമുണ്ടായിട്ടല്ല ഈ ആലോചന നടന്നത്. എന്റെ മോളുടെ കയ്യിലും കഴുത്തിലും കിടന്ന ആഭരണങ്ങൾ മുഴുവൻ ഇന്നലെ രാത്രി വാങ്ങിച്ചുകൊണ്ടുപോയി. ആര്? ചെറുക്കൻ തന്നെ. എന്താ മേനു സാറ് നിങ്ങൾ ഈ പറയുന്നത്? എനിക്കൊന്നും അറിയില്ല എന്റെ ഔസപ്പെ. ഞങ്ങളുടെ ബുദ്ധിയില്ലായ്മ കാരണം എന്റെ മോളുടെ ജീവിതം. കരയാതിരിക്കേ. മേനു സാറിന് എന്നോട് വിഷമം തോന്നരുത്. വിഡ്ഢിത്തൈപ്പ്, മഹാവിഡ്ഢിത്തൈപ്പ്. അയ്യേ. എന്നാലും 100 പേരും ഇല്ലാത്ത ഒരുത്തരെ പിടിച്ച് ഇങ്ങനെ സ്വന്തം മോളെ കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചല്ലോ. ആദ്യം മുതലേ എനിക്ക് അവന് സംശയം ഉണ്ടായിരുന്നു. നമ്മളിവിടെ ആർക്കും വിശ്വാസമില്ലല്ലോ. അവന്റെ അമ്മമ്മയുടെ മന്ത്രി, അമ്മയുടെ നായരും. മുഹൂർത്തം തെറ്റാൻ പോകുന്നു. അല്ല, ഇത്രയൊക്കെ ആയിട്ടും ആ മുകുന്ദൻ ഈ വഴിക്കൊന്നും വന്നില്ലല്ലോ. ഏവനും അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും ശരി, സംശയമില്ല. അവൻ കള്ളനാൻ തെളിയിച്ചല്ലേ? ചുമ്മാതല്ല പോലീസ് പിടിച്ചത്. എടോ, ഞാനൊരു പെണ്ണിനെ പോറ്റുന്നവനാ. ഒരു പെൺകുട്ടിയുടെ ജീവിതം കൊണ്ടല്ല തമാശ കളിക്കേണ്ടത്, മനസ്സിലായോ? ഇതിനൊരു തീരുമാനം എടുത്ത് ഇറങ്ങാൻ പാടുള്ളൂ. വരൂ. ഇത് ഈ തെരുവിൽ തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു ഏർപ്പാടായിപ്പോയി. ഒരു പെരുങ്കള്ളനെ പിടിച്ച് മകളുടെ ഭർത്താവൊക്കെ നമ്മളാരും പറഞ്ഞോ? പോവോ? പെണ്ണിന്റെ സർവ്വ ആഭരണങ്ങളും കൊണ്ടാ കടന്നു കളഞ്ഞിരിക്കുന്നു ചെക്കൻ. മുകുന്ദനും കള്ളനാ. ഇതുവരെ മുകുന്ദൻ ഇവിടെ കയറിയിട്ടുണ്ടോ? അവന്റെ അറിവോടെയാണ് ഇതെല്ലാം നടന്നിരിക്കുന്നതെന്ന് ഉറപ്പാ. പിന്നെ നമ്മളിങ്ങനെ വായും പൊളിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. മുകുന്ദനോട് ചോദിക്കണം, ചോദിച്ചേ പറ്റൂ. എന്തേ? വരി, അറിഞ്ഞിടോ. ഞാനിനി ജീവിച്ചിരിക്കില്ല. എന്റെ കുഞ്ഞിനെ ഞാൻ ഇത് സാറിന്റെ പ്രശ്നമല്ല, ഈ തെരുവിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയുടെ പ്രശ്നമാ, ഞങ്ങളുടെ പ്രശ്നമാ. എടാ കള്ള കഴിവറി, അവൻ എവിടെയെന്ന് ചോദിച്ചു. എനിക്കറിയില്ല. നാണമില്ലേ പാവത്തിനിട്ട് തല്ലാൻ? ഇവന്റെ കൂട്ടുകാരൻ ആ പെൺകുട്ടിയുടെ ആഭരണം കൊണ്ട് കടന്നു കളഞ്ഞു. ഏത് കൂട്ടുകാരൻ? സാർ, പെണ്ണിനെ കെട്ടാമെന്ന് പറഞ്ഞ് ചെറുക്കൻ വിശ്വനാഥൻ. ഇവനും കൂടി ചേർന്നുകൊണ്ടാണ് ഈ നാടകം നടത്തിയത്. അല്ലെന്ന് ഞങ്ങൾക്കറിയാം. ആണെന്റെ സാറേ, കാശ് പറ്റി ചാത്തായവനാ ഇവനും. ഇവൻ ചില്ലറക്കാരനൊന്നല്ല. സ്വന്തം കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടി ഈ പാവം കുറ്റങ്ങളെല്ലാം സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. ഒരാളെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ തല്ലിച്ചതക്കാൻ ആരാ അധികാരം തന്നത്? ആഭരണം കൊണ്ട് പോയാൽ അന്വേഷിക്കാൻ ആരെങ്കിലും മെനക്കെട്ടോ? റാസ്കൽസ് തല്ലാനെത്തിയിരിക്കുന്നു. അവൻ ആരാണെന്നറിയാമോ?
ഇക്കാണുന്ന മനുഷ്യരെ മുഴുവൻ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുന്ന സാമൂഹ്യദ്രോഹിയാണ്. കുമാരൻ നായർ, നമുക്ക് ഉടനെ പുറപ്പെടണം. അവൻ രക്ഷപ്പെടുന്നതിന് മുമ്പ് പിടിക്കാം. ഓക്കെ. എനിക്ക് വിഷമമുണ്ട്. നമുക്ക് ഇനിയും കാണാം. ഫോൺ വന്നിട്ടുണ്ട്. ഹലോ. ആ, മൂന്നും തന്നെ. ഓ, ഇവിടെ അവിടെ അവിടെ കല്യാണ ചെറുക്കനെ തെരുവിലെ ആൾക്കാർ അന്വേഷിക്കുമ്പോ ദുബൈയിലേക്കോ മറ്റോ ആണെന്ന് തോന്നുന്നു. നിങ്ങളെ കണ്ടോ? ഏയ്. Your attention please. All the passengers proceeding to Bombay are requested for security check immediately. നിന്റെ ഭാര്യ നിനക്ക് അയച്ച കത്ത് ഞാൻ കണ്ടു. എന്നിട്ടൊരു പാവം പെണ്ണിനെ കല്യാണം കഴിച്ചാളാന്ന് വ്യാമോഹിപ്പിച്ച് അവളുടെ ആഭരണം തട്ടിയെടുത്ത് ദുബായിലേക്ക് കിടക്കാൻ നോക്കണോ? എന്താ I'm sorry, sir. മുകുന്ദ, എന്നോട് കളിക്കരുത്, എന്നെ തല്ലരുത്. നീ ഡ്രൈവറുടെ ഭാര്യയ്ക്ക് പ്രേമലേഖനം എഴുതിയ കാര്യം ഞാൻ പരസ്യപ്പെടുത്തടാ. മിനിസ്റ്റർ മുത്തുകൃഷ്ണനോട് പറഞ്ഞ് കോഫെ പോസെ നിയമപ്രകാരം നിന്നെ അകത്താക്കൂടാ. പോകുന്ന ഞാൻ ദുബായ് പോകുന്നത് നിനക്കു കൂടി വേണ്ടിയായിരുന്നടാ. ഈ സിറ്റിയിൽ നിനക്ക് സ്വന്തമായൊരു വീട്, ഒരു മാരുതി കാറ്, അതൊക്കെ ആയിരുന്നില്ലടാ നിന്റെ സ്വപ്നം. പണ്ട് നമ്മൾ സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചിരുന്ന ആ കാലം അപ്പൊ ഒന്നും നീ കേൾക്കുന്നില്ല അല്ലേ? മൂന്ന, എന്റെ ഭാര്യയും കുഞ്ഞിനെ ഓർത്തെങ്കിലും നീ എന്നെ കൊല്ലരുത് മൂന്ന. അവരെ ഓർത്ത് ഞാൻ നിന്നെ കൊല്ലാതെ വിടുന്നു. അവന്റെ ഒരു ദുബായ്. ഇത് ഞാൻ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ നീ എന്നെ നന്നായനെ. ഇനി എന്റെ മോളെ ആരാ കല്യാണം കഴിക്കുക? എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? സുമിത്രയെ ഞാൻ കെട്ടിക്കൊള്ളാം.
മുകുന്ദേട്ടൻ എന്തിനാ എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞത്? വേണ്ട, എനിക്കത് ഇഷ്ടമല്ല. അത്രയും വലിയ ഒരു ത്യാഗമൊന്നും മുകുന്ദേട്ടൻ ചെയ്യണ്ട. സഹതാപവും ത്യാഗമൊന്നുമല്ല. പിന്നെ പിന്നെ എനിക്ക് സുമിത്ര ഇഷ്ടമാണ്. അതുകൊണ്ടാ. ഇഷ്ടമാണെന്ന് ഞാൻ ഒരിക്കൽ വിചാരിച്ചിരുന്നു. ഇനി വേണ്ട മുകുന്ദേട്ട. ഇഷ്ടമായിരുന്നെങ്കിൽ മറ്റൊരാളുമായി എന്റെ കല്യാണം നിശ്ചയിക്കുമോ? ശരിയാണ്. എന്റെ ആഗ്രഹം വെളിപ്പെടുത്താൻ ധൈര്യമുണ്ടായില്ല. മുകുന്ദേട്ടൻ ഒരിക്കലെങ്കിലും എന്നോട് സ്നേഹമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറയാൻ കഴിഞ്ഞില്ല. എത്രയോ രാത്രികളിൽ ഞാൻ ഉറങ്ങാതിരുന്ന് സുമിത്രയ്ക്ക് കത്തുകൾ എഴുതി. എത്രയോ പ്രാവശ്യം സുമിത്രയെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് പറയാൻ തുനിഞ്ഞു. കഴിഞ്ഞില്ല. സുമിത്രയ്ക്ക് എന്നെ ഇഷ്ടപ്പെടില്ലേ എന്നുള്ള സംശയം, ഭയം. ഇപ്പോ ഞാൻ സുമിത്രയോട് ചോദിക്കുക, വളരെ വളരെ വൈകിപ്പോയ ഒരു ചോദ്യം. സുമിത്രയ്ക്ക് എന്നെ ഇഷ്ടമാണോ? ഒരു 100 തവണ കേൾക്കാൻ ആഗ്രഹിച്ച ചോദ്യമാണത്. നിന്നെ അണിയിക്കാൻ താമര നൂലിനാൽ ഞാനൊരു കൂത്തായി തീർത്തു വെച്ചു. നീ വരുവോളം വാടാതിരിക്കുവാൻ ഞാനതെടുത്തു വെച്ചു.